നമ്മുടെ ഏറ്റവും നല്ല ചെറുപ്പക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നല്ലൊരു കൾച്ചർ, നല്ലൊരു വിശ്വാസ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കുറവ്. അതിലൂടെ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ നാട്ടിൽ ആളില്ലാതെ വരികയാണ്. ഇപ്പോൾ വോട്ടില്ലാത്തവനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാനിക്കുമോ? സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ജനസംഖ്യയാണ്, ജനങ്ങളുണ്ട്. അതില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മക്കളുമില്ല, നമ്മളൊട്ട് ഇവിടെ ഉള്ളവരൊട്ട് ഇവിടെ നിൽക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ 17% ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്, 15 ഉള്ളൂ എന്നും പറയുന്നു. അടുത്ത സെൻസസ് കഴിയുമ്പോൾ അറിയാം. ഒരു 30 വർഷം കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ട് നമ്മുടെ ജനസംഖ്യയും നാട്ടിൽ കുറയുകയാണ്. അപ്പോൾ സമുദായം വളരണമെന്നുള്ളൊരു ആഗ്രഹം കൂടി നമുക്കുണ്ടാവണം. അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ എത്തുന്ന ഏറ്റവും ഉന്നതമായ ഒരു പ്രൊഫഷൻ ഡോക്ടറാവുക എന്നുള്ളതാണ്. ഏത് വീട്ടിൽ ചെന്ന് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും പറയും ഡോക്ടറാകാൻ പോവാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല, വേറെ ഒരു സ്വപ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്കില്ലാതെ പോവുകയാണ്. ആകപ്പാടെ 4 തൊഴിലേ നമുക്കറിയത്തുള്ളൂ: ഡോക്ടറാവുക, എൻജിനീയർ ആവുക, നേഴ്സാവുക, ടീച്ചറാവുക. ഇത്തവണ നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ അധ്യാപക നിയമന പരീക്ഷയിൽ സെറ്റും ടെറ്റും ഒക്കെ ഗവൺമെൻറ് ക്വാളിഫയിങ് എക്സാംസ് പാസ്സായി അതിന് വന്ന് എഴുതിയവരുടെ എണ്ണം 800 നമുക്ക് 140 പേരെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 660 പേര് ബി.എഡും പഠിച്ച് സെറ്റും ടെറ്റും എല്ലാം പാസ്സായി അവർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചില്ല. ഗവൺമെൻറ് മേഖലയിൽ, അവർ പ്രൈവറ്റ് മേഖലയിൽ കുറേയധികം പേര് ജോലി കണ്ടെത്തുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ചോയ്സുകളെല്ലാം കുറഞ്ഞു വരികയാണ്. ബുദ്ധിപരമായിട്ട് പണമുണ്ടാക്കി മാന്യമായിട്ട് ജീവിക്കാനും നാട്ടിൽ തന്നെ നമ്മുടെ വേരുകൾ അറ്റുപോകാതെ ജീവിക്കാനുമൊക്കെയുള്ള ഒരു ചിന്ത നമുക്കില്ലാതെ പോവുകയാണ്. ശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ നമ്മുടെ പിള്ളേരെ കാണാനില്ല. ഞാൻ ഈ അടുത്ത നാളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കാണാൻ പോയി. അത് IIST തിരുവനന്തപുരം വലിയ മലയിലാണ്. അതിൻ്റെ വൈസ് ചാൻസലർ ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനായ കുരുവിള സാറാണ്. അദ്ദേഹം എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. അവിടെ കേരളത്തിലെ 22 സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ബിടെക് പഠിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതിനകത്തെങ്ങാനും 0 മലബാറുകാരനുണ്ടോ? എന്നോട് സാറ് പറഞ്ഞു, 0 മലബാർ പോയിട്ട് മലയാളി പോലും ഇല്ല പിതാവേ, ഇതിനകത്തൊന്നും ഇല്ല. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്കൊന്നും പോകാത്തത്? അവരൊക്കെ ISRO സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥാപനങ്ങളാണ്. ഐസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നമുക്ക് അങ്ങനെ ഉള്ള സ്വപ്നങ്ങൾ കുറഞ്ഞു പോവുകയാണ്. അതുപോലെ മറ്റു വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് CUET എന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് അറിയാവുന്ന 2 എൻട്രൻസ് ടെസ്റ്റേ ഉള്ളൂ. ഒന്ന് നീറ്റ്, വേറൊന്ന് കീം. തീർന്നു. അവരുടെ എല്ലാം അവരുടെ സ്വപ്നങ്ങളെല്ലാം അതുകൊണ്ട് തീർന്നു. വേറെ എന്തെങ്കിലും എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്, അതുപോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മക്കൾ കഴിവുള്ളവരാണ് പഠിക്കാൻ. അവരുടെ ആ കഴിവ് ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. ഞാൻ ഈ അടുത്ത നാളിൽ IASകാരായ ദമ്പതികളെ കാണാൻ പോയപ്പോൾ ഞാൻ അവരുടെ മക്കളെക്കുറിച്ച് അന്വേഷിച്ചപ്പം എന്നോട് പറഞ്ഞു, ഒരു മകൻ പടം വരയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പടം വരച്ചാൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അല്ല പിതാവേ, അവന് സാധാരണ പടം വരയല്ല, ഒന്നല്ല പൈസ ഉണ്ടാക്കുന്ന പടം വരയാണ്. അപ്പോൾ അവന് ചെറുപ്പം മുതലേ അതാരും താല്പര്യം. ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പൊക്കിയോളം പറഞ്ഞു. അവൻ ആ മേഖലയിലാണ് ഫ്ലറിഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ ഇച്ചിരി ഒന്ന് മാറ്റി കുറച്ചും കൂടെ യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരാൻ സാധിക്കും. എന്നോട് നമ്മുടെ തന്നെ നാട്ടിലുള്ള മറ്റൊരു സമുദായം ബിസിനസ് രംഗത്തെല്ലാം വളർന്നു വരുന്നുണ്ട്. അവരെക്കുറിച്ച് അവർ തന്നെ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ പിള്ളേരോട് പറയുന്നത് ജോലി മേടിക്കാനല്ല, തന്നെ എന്തേലും ചെയ്ത് പണം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഭൂരിഭാഗം പേരും ബിസിനസ്സിലേക്കാണ് പോകുന്നത്. അവരോട് ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ ജോലിയില്ല,
നിനക്ക് ജോലി തരാൻ ആരുമില്ല, ശമ്പളം തരാൻ ആരുമില്ല, നീ തന്നെ എന്തെങ്കിലും ചെയ്ത് പണം ഉണ്ടാക്കൂ. അങ്ങനെ വരുമ്പം കുഞ്ഞുനാൾ മുതൽ ഈ പിള്ളേർ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ചിന്തിച്ച് അവരൊക്കെ വലിയ ബിസിനസ്സുകാരായിട്ട് മാറുകയാണ്. നമ്മുടെ കത്തോലിക്കര് ബിസിനസ്സുകാരുടെ മക്കളോട് ചോദിക്കണം അവരെന്ത് ചെയ്യാൻ പോകാമെന്ന്. അവർ പറയും ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകാമെന്ന് പറയും. അവർക്ക് അവരുടെ അപ്പൻ്റെ ഒന്നാം തരം ബിസിനസ് പോലും തുടരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനിത് പറഞ്ഞു വരുന്നത് അപകടകരമായിട്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു, എങ്ങും എത്താതെ പോകുന്നു എന്നുള്ള വളരെ സങ്കടകരമായ ഒരു ചിത്രമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യമാണ് അല്ലേ, ഒരു ഉപഭൂഖണ്ഡമാണ്. എന്തേലും വലിയ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇവിടെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശരിയായ ഒരു അവബോധം രൂപീകരിക്കാനും നമ്മുടെ കാർപ്പെന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രസ്ഥാനമുണ്ട്, കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ. അതിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് 1-2 വീഡിയോസ് നമ്മുടെ ഈ കരിയർ സാധ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഒന്നുമില്ലല്ലോ അതെങ്കിലും ഒന്ന് കേൾക്കാനും നമ്മുടെ നാട്ടിലെ വ്യത്യസ്തമായ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് കഴിഞ്ഞ സർക്കാർ നമുക്ക് 2 എയ്ഡഡ് കോഴ്സുകൾ അനുവദിച്ചു. അപ്പോൾ ഒന്ന് സയൻസിലും ഒന്ന് ആർട്സിലും ആകട്ടെ എന്ന് കരുതി ഏറ്റവും സാധ്യതയുള്ള 2 കോഴ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസിനും ഫോറിൻ സർവീസിലും ഒക്കെ പോകാൻ സാധ്യതയുള്ള തരത്തിൽ BA ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പോളിസി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ്, എയ്ഡഡ് കോഴ്സാണ്. ഒരു പൈസയും കൊടുക്കാതെ നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിക്കാം. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള മറ്റൊരു കോഴ്സും BSc കോഴ്സും ആരംഭിച്ചു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു നമ്മുടെ ഒത്തിരി മിടുക്കരി പിള്ളേർ ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ വന്നു ചേരും. ഞാൻ പ്രിൻസിപ്പൽ അച്ഛനോട് ചോദിച്ചപ്പം ഒത്തിരി പേർക്കൊന്നും ചേരാൻ സാധിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആ കോഴ്സിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ചേരാത്തത്. നമുക്കറിയാവുന്ന കോഴ്സുകളുടെ എണ്ണം പോലും വളരെ ചുരുക്കമാണ്. സാധ്യതകൾ നമുക്ക് അറിഞ്ഞുകൂടാതെ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആ മേഖലയിലേക്ക് വരാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് നമ്മുടെ SB കോളേജിൽ ഈ ക്യാമ്പസിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അതിരൂപതയ്ക്ക് തന്നെ നിങ്ങൾക്കറിയാം 11 ഡിഗ്രി കോളേജുകളുണ്ട്. അതിൽ 2 ഓട്ടോണമസ് കോളേജുകൾ, SB ഉണ്ട്, അസംഷൻ ഉണ്ട്. അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വേറെ 2 കൂടെ ഉണ്ട്. നമുക്ക് പുന്നപ്രയിൽ MG കോളേജ്, മാർ ഗ്രിഗോറിയോസ് കോളേജുണ്ട്. തിരുവനന്തപുരത്ത് ലൂർദ് മാതാ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട്. അതുപോലെ ആരോഗ്യരംഗത്ത് നമുക്ക് 2 കോളേജുണ്ട്, നേഴ്സിംഗ് കോളേജും അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജും. അത് 2ഉം ചെത്തുപുഴയിലുണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ് മേഖലയിൽ നമുക്ക് 2 കോളേജുണ്ട്. BEd കോളേജ് നെടുങ്കുന്നത്ത് BEd കോളേജുണ്ട്. അതുപോലെ സ്പെഷ്യൽ BEd കോളേജുണ്ട്. സ്പെഷ്യൽ BEഡുമായിട്ട് ബന്ധപ്പെട്ടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ചീരഞ്ചെറിയിൽ ജിം പയർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ തെറപ്പികളാണത്. അത് സ്പീച്ച് തെറപ്പിയുണ്ട്, അങ്ങനെയുള്ള കുറേ തെറപ്പികളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു തെറപ്പിസ്റ്റിന് മിനിമം സാലറി 40,000 രൂപയാണ്. നമ്മുടെ നാട്ടിൽ 40,000 രൂപ നമുക്ക് കിട്ടും. പക്ഷേ അവർക്ക് ആളെ കിട്ടാനില്ല. ഇത് പഠിച്ചവരില്ല. നമ്മുടെ എല്ലാവരും കൂടെ, ഒരാൾ കൊമേഴ്സ് പഠിക്കാൻ പോയി, എല്ലാവരും കൂടെ കൊമേഴ്സ് പഠിക്കാൻ പോയി. ഒരാൾ എഞ്ചിനീയറിങ്ങിന് പോയി, എല്ലാവരും കൂടെ എഞ്ചിനീയറിങ്ങിന് പോയി. ഇവിടെ ആളെ കിട്ടാനില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് 40,000 50,000 രൂപ സാലറി കിട്ടുന്ന ജോലികളുണ്ട്. പക്ഷേ അത് പഠിച്ച കുട്ടികളില്ല. അത് എവിടെയാണെന്നും അറിയത്തുപോലുമില്ല നമ്മുടെ ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ BEd കോഴ്സുണ്ട്. അതുപോലെ നമുക്ക് മീഡിയ രംഗത്ത് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു മീഡിയ കോളേജ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലാണ്, മീഡിയ വില്ലേജ്. നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ലൂർദ് മാതാ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്തുണ്ട്. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നമുക്കൊരു കോളേജുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഭാവിയിൽ ഒത്തിരിയേറെ ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. കാരണം ഭാവി ഹോസ്പിറ്റാലിറ്റിയുടേതാണ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് ലൂർദ് മാതാ കോളേജ് ഓഫ് കേറ്ററിംഗ് ടെക്നോളജി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 11 ഡിഗ്രി കോളേജുകൾ നമ്മുടെ അതിരൂപത നേരിട്ട് നടത്തുകയാണ്.
അത്രയും സാധ്യതകൾ നമുക്കിവിടെ തന്നെയുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനേക്കാളൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ കോഴ്സുകളുടെ പിന്നാലെ കേരളത്തിന് പുറത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല കരിയർ നല്ല രീതിയിൽ ചിന്തിക്കാനും അതുപോലെ പ്ലാൻ ചെയ്യാനും പറ്റും. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം അത് രൂപീകരിക്കണം. നമുക്ക് ഇവിടെ വചനം പഠിക്കാനുള്ള പല മത്സരങ്ങളുണ്ട്, അതിലെല്ലാവരും ചേരണം. ലോഗോസ് ക്വിസ് മത്സരമുണ്ട്, ബൈബിൾ വായിക്കാൻ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 100 മേനി എന്നുള്ള ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വചനം മനപ്പാഠം പഠിക്കുക. അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അറിയാതെ നമ്മൾ ഈ ഭക്തിയുടെ ഒരു അനുഭവത്തിൽ വളരുകയാണ്. നമുക്ക് വഴിതെറ്റാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസ പരിശീലന പരിപാടികളിലും പങ്കെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഈ 100 മേനി പദ്ധതിയിൽ 100 മേനി സീസൺ 5 സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള പഠന ഭാഗം അടുത്ത വർഷം ഈശോയുടെ മലയിലെ പ്രസംഗമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന എല്ലാവർക്കും 2000 രൂപ വീതമാണ് സമ്മാനം കൊടുക്കുന്നത്. സമ്മാനം കൊടുത്തെങ്കിലും ബൈബിൾ പഠിപ്പിക്കാനുള്ള പരിശ്രമമാണത്. നിങ്ങൾ നല്ല കഴിവുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് പലർക്കും അതിനകത്ത് ചേരാൻ സാധിക്കും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ദൈവം കഴിവ് തന്നില്ലേ? എന്നാൽ മലയിലെ പ്രസംഗവും കൂടെ ഒന്ന് പഠിച്ച് ഓർത്തെടുത്താലോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് വലിയ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സഭയെക്കുറിച്ചുള്ള നല്ല അഭിമാനബോധത്തോടെ വളരാനും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രശോഭിക്കാനും നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ.